പ്രിയമുള്ളവരെ, നമ്മളൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന്റെ ഒരു പ്രചരണം കോലാഹലങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പല രൂപത്തിലുള്ള പ്രചരണ മാധ്യമങ്ങള് സ്ഥാനാർത്ഥികള് രാഷ്ട്രീയ പാർട്ടിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതില് സ്ഥാനാർത്ഥികളുടെ പ്രചരണം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക് അവരുടെ ആശയങ്ങള്, അവരുടെ എല്ലാം സന്നിവേശിപ്പിക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല രൂപത്തിലുള്ള പ്രചരണ മാധ്യമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന പ്രചരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ പുതിയ കാലത്തിന്റെ ഒരുപാട് പ്രചരണ സംവിധാനങ്ങളൊക്കെ നമുക്ക് നിലവിലുണ്ട്. പരമ്പരാഗതമായിട്ട് നമുക്കറിയാം, ഈ ചുമര് എഴുത്ത് പ്രചരണം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ചുമരത്തിന് ചുമരുകളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുപോലെ തന്നെ ഫ്ലെക്സ് പ്രിന്റിങ് ഉണ്ട്, അതുപോലെ തന്നെ വാഹന അനൗൺസ്മെന്റ്, അതുപോലെ തന്നെ പോസ്റ്റർ, നോട്ടീസ്, അതുപോലെയുള്ള അച്ചടി മാധ്യമങ്ങളിലുള്ള പ്രചരണം, പുതിയ കാലത്തിന്റെ പ്രത്യേകതയായ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള പ്രചരണം, ഇങ്ങനെ ഒട്ടനവധി പ്രചരണ രൂപങ്ങൾ മാധ്യമങ്ങൾ നമ്മൾ കാണാവുന്നതാണ്. അതിന്റെ കോലാഹലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പല രൂപത്തിലുള്ള പ്രചരണ സംവിധാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ചുമരെഴുത്ത്, ഇന്ന് ചുമരുകളില്ലാത്ത, പൊതുനിരത്തുകളില്ലാത്ത നിരത്തുകളിൽ ഇത്തരം ചുമരുകൾ നമുക്ക് കാണുന്നത്. പല ചുമരുകളും ഇന്ന് ഒക്കെ വൃത്തിയാക്കി ഇട്ടതുകൊണ്ട് തന്നെ ചുമരുകൾ നമുക്ക് ഇന്ന് കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രചരണരംഗത്ത് പൊതുവായി നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു മാധ്യമമാണ് ഈ സൈൻ പ്രിന്റിങ്. അതിന് ഒരു പ്രയാസമായി നിന്നത് ഈ അടുത്ത കാലത്ത് ഈ ഫ്ലെക്സ് നിരോധനം, പ്ലാസ്റ്റിക് നിരോധനമാണ്. നമുക്കറിയാം, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായി ഈ ഫ്ലെക്സ് മെറ്റീരിയലിന്റെ ഉപയോഗവും നിരോധിക്കപ്പെട്ടു. അതിന് പകരമായി ഇപ്പോൾ കൂടുതലും ക്ലോത്ത് പ്രിന്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇവർക്ക് ഫ്ലെക്സിനെ അപേക്ഷിച്ച് പ്രിന്റിംഗ് ക്ലാരിറ്റി കുറവാണ്. ഇത്തരം ബോർഡുകളും ബാനറുകളും പൊതുസ്ഥലത്ത് സ്ഥാപിക്കാൻ ഇന്ന് നിയമം അനുവദിക്കുന്നില്ല. ഇവ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. പുറമെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പ്രത്യേക സ്ക്വാഡും ഇലക്ഷൻ സമയത്ത് ഉണ്ടാവാം. അത് മാത്രമല്ല പ്രശ്നം, പൊതുസ്ഥലങ്ങള് ഇത്തരം ബോർഡുകള്, ബാനറുകൾ സ്ഥാപിക്കാനും നമുക്ക് കഴിയില്ല. സ്വകാര്യ സ്ഥലങ്ങളെ നമുക്ക് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ അല്ലെങ്കിൽ ഈ ക്ലോത്ത് ബോർഡുകളൊക്കെ ആശ്രയിക്കേണ്ടി വരും. മാത്രമല്ല, ഈ നിയമം ആ സമയത്ത് കർശനമാക്കുമ്പോൾ ഈ സൈൻ പ്രിന്റിങ്ങിന്റെ സാധ്യത വളരെ കുറയും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് കൂടുതൽ സാധ്യത ഇത്തരം ക്ലോത്ത് പ്രിന്റിംഗ് പ്രചരണ മാധ്യമം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രചരണ മാധ്യമമാണ്, നമുക്കറിയാവുന്നതാണ് ഈ പ്രിന്റിംഗ് മെറ്റീരിയലുകള്, പോസ്റ്ററ്, നോട്ടീസുകള്, അഭ്യർത്ഥനകള്, ചിഹ്നങ്ങള് ഒക്കെയുള്ള പ്രിന്റിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുള്ള പ്രചരണ സംവിധാനങ്ങള് സാധാരണഗതിയിൽ നമുക്ക് കാണാവുന്നതാണ്. അത് ഈ ഫ്ലെക്സ് നിരോധനം ഒരുപക്ഷെ കൂടുതൽ പ്രിന്റിംഗ് മെറ്റീരിയലുകളുള്ള ഇത്തരം പ്രിന്റിംഗ് പ്രചരണങ്ങൾ മാധ്യമങ്ങൾ കൂടുതൽ ഇലക്ഷൻ സമയത്ത് ഉപയോഗിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല, ഈ ഇലക്ഷൻ, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞ വീടുകള് ഒക്കെ ഉണ്ടാവുള്ളൂ, കുറഞ്ഞ വോട്ടർമാരൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മെറ്റീരിയലുകൾ തീർച്ചയായിട്ടും അതായിരിക്കും നമ്മളെ കൂടുതലായിട്ട് പ്രചരണമായിട്ട് ഉപയോഗിക്കുന്ന സംഗതി. നമുക്കറിയാം, ഈ പ്രിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കാര്യമായിട്ടുള്ള പോസ്റ്ററുകളാണ്. ഈ പോസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്ററുകളൊന്നും ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ഉണ്ടാവാം. വലിയ ഡബിൾ ഡമ്മി പോസ്റ്ററുകൾ കുറവായിരിക്കും. എന്നാൽ തന്നെ അത് ചെറിയ രൂപത്തിലേക്ക് കറുകേറ്റഡ് കാർട്ടൂൺ, സൺപേക്ക് ബോർഡുകളിലൊക്കെ ഒട്ടിച്ചുകൊണ്ട് നിരത്തുകൾ നമുക്ക് ആ സമയത്ത് കാണാവുന്നതാണ്. എന്നാൽ വലിയ പോസ്റ്ററുകൾ സാധാരണ കുറവായിരിക്കും. ഈ ക്രൗണ്, അതുപോലെ തന്നെ ഡെമ്മി സൈസ് അല്ലെങ്കിൽ A3 സൈസ് പോസ്റ്ററുകളാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഇലക്ഷനിൽ കാണാൻ സാധ്യത. അതുപോലെ തന്നെ ഈ മൾട്ടി കളറിലായിരിക്കും എന്നതാണ്. മുമ്പൊക്കെ നമുക്കറിയാം, ഒരു സിംഗിൾ കളർ ബ്ലാക്കിലോ അല്ലെങ്കിൽ ബ്ലൂവിലോ റെഡിലോ ഒക്കെ ഉള്ള സിംഗിൾ കളർ പ്രിന്റിംഗ് ആയിരുന്നു നമ്മൾ മുമ്പ് കണ്ടിരുന്നത്. ഇനി നമുക്ക് അത്തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ സാധ്യത വളരെയധികം കുറവാണ്. ഇനി മൾട്ടി കളർ പോസ്റ്ററുകൾ തന്നെയായിരിക്കും കൂടുതൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വളരെ കൂടുതൽ പോസ്റ്ററുകളൊന്നും, വലിയ രൂപത്തിലുള്ള പോസ്റ്ററുകളൊന്നും ഉപയോഗിക്കാൻ സാധ്യതയില്ല, പ്രചരണത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയില്ല. ചെറിയ ക്വാണ്ടിറ്റി, 500 താഴെ, 100 മുതൽ 500 വരെയുള്ള പോസ്റ്ററുകളായിരിക്കും കൂടുതലായിട്ട് പ്രിന്റിംഗ് സാധാരണഗതിയിൽ വരിക. അപ്പൊ അതും തന്നെ വലിയ സൈസുകൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ഡമ്മിയിലോ ഗ്രൗണ്ട് A3 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ ഈ ലേസർ പ്രിന്റിംഗ് യൂണിറ്റുകൾക്ക് നല്ല സാധ്യതയുണ്ട്. അവര് 100-200 പോസ്റ്ററുകൾ ഏറ്റവും പെട്ടെന്ന് അച്ചടിച്ച് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം ലേസർ യൂണിറ്റുകളാണ്. അപ്പൊ അതിൽ 1-2 ഘട്ടങ്ങളിലായിരിക്കും ഇത്തരം പോസ്റ്ററുകൾ വരിക. അപ്പൊ ഒരു ഘട്ടത്തിൽ 2-3 ഘട്ടങ്ങളിലായിരിക്കും പോസ്റ്ററുകൾ അച്ചടിക്കാൻ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം യൂണിറ്റുകൾക്ക്, ഈ പ്രിന്റിംഗ് പ്രസ്സിനോടനുബന്ധിച്ച് തന്നെ ഇത്തരം ലേസർ യൂണിറ്റുകളും ഉണ്ടാവുന്നത് അവർക്ക് ഗുണകരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇന്റർനെറ്റിന്റെയും ഈ സോഷ്യൽ മീഡിയന്റെ ഒക്കെ ഉപയോഗം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ കോവിഡ് കാലത്താണ്. മാത്രമല്ല, ഈ ജിയോ കമ്പനിയുടെ ഈ മേഖലയിലേക്കുള്ള കടന്നുവരവ്
തീർച്ചയായിട്ടും വലിയൊരു മാറ്റം മകലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഹോട്ട്സ്റ്റാർ, ജിയോ സിനിമ തുടങ്ങിയ ആപ്പുകൾ, പല ചാനലുകളും പിന്നെ മാധ്യമങ്ങളും ഒരു സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഇത്തരം ആപ്പുകൾ സാധിച്ചിട്ടുണ്ടല്ല. നമുക്ക് രാഷ്ട്രീയ പാർട്ടികള്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങള്, പത്രമാധ്യമങ്ങള് ഒക്കെ അവരുടെ പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. പല പത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വഴിമാറിയിരിക്കുന്നു എന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇന്ന് ഈ ഇന്ത്യ ഭരിക്കുന്ന BJP കാര്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ അധികാരത്തിൽ വരാനും പ്രധാനമായി അവരുടെ പ്രചരണ ആയുധമാക്കി ഉപയോഗിച്ച സോഷ്യൽ മീഡിയ തന്നെയാണ്. 17.3 മില്യൺ ഫോളോവേഴ്സ് ആണ് 2024 കണക്ക് പ്രകാരം പിന്നെ ട്വിറ്ററിൽ അവർക്ക് ആ പാർട്ടിക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ആ സമയത്ത് 8.4 മില്യൺ ഫോളോവേഴ്സേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശതമാനം ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. കേരളത്തിലെ 2024 ആരംഭത്തിൽ സ്റ്റാറ്റിസ്റ്റിൽ 63% പേർ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വാട്സപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ തുടങ്ങിയ മാധ്യമങ്ങൾ മലയാളി അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിരിക്കുന്നു നമുക്കറിയാം. ഇന്ന് നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെ, അതല്ലെങ്കിൽ നമ്മുടെ അയൽവാസി, നമ്മുടെ ചുറ്റുപാട് തന്നെ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഉപയോഗിക്കാത്തവര് വളരെ വിരളമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അതേ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ പ്രധാന ആയുധമാക്കാവുന്നതും സോഷ്യൽ മീഡിയ തന്നെയായിരിക്കും. നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് രംഗത്ത് ഒരുപാട് ഇത്തരം പിന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരണം ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ പുതിയതായിട്ട് നിലവിൽ വന്നിട്ട് സ്ഥാനാർത്ഥികളെ മൊത്തം സോഷ്യൽ മീഡിയ പേജുകൾ മൊത്തം കൈകാര്യം ചെയ്യുന്ന പുതിയ പുതിയ ഏജൻസികൾ ഇപ്പോൾ ഉണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പ്രിന്റിംഗ് രംഗത്തുള്ള സഹോദരങ്ങളോടാണ്. പ്രിന്റിംഗ് പ്രസ്സുകളിൽ സാധാരണഗതിയിൽ അവരുടെ പോസ്റ്ററുകള്, അതുപോലെ തന്നെ നോട്ടീസുകള്, അഭ്യർത്ഥനകള്, ഇത്തരം പ്രിന്റിംഗ് മെറ്റീരിയൽ ഒരുപാട് ഈ അച്ചടി ഈ ഇലക്ഷൻ സമയത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ചില മാറ്റങ്ങൾ വരുത്തി സോഷ്യൽ മീഡിയക്ക് അനുയോജ്യമായ ഇൻസ്റ്റാഗ്രാമിലേക്ക്, അല്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റസുകളാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഫേസ്ബുക്ക് സ്റ്റാറ്റസുകള്, ഫേസ്ബുക്ക് സ്റ്റോറികള്, ഫേസ്ബുക്ക് പോസ്റ്ററുകള്, അതിന്റെ പ്രൊഫൈലുകള്, സ്റ്റാറ്റസ് പോസ്റ്ററുകള്, വീഡിയോകള്, സ്റ്റോറികള്, അതുപോലെ തന്നെ വീഡിയോ രൂപത്തിലുള്ള റീലുകള്, അനൗൺസ്മെന്റ് വീഡിയോകള്, ഇങ്ങനെ ഒരുപാട് AI ടൂളുകളൊക്കെ ഉപയോഗിച്ചുള്ള ചെറിയ വീഡിയോകള്, അങ്ങനെ ഓഡിയോ മെറ്റീരിയലുകള്, അങ്ങനെ ഇതൊക്കെ പ്രിന്റിംഗ് പ്രസ്സുകാർക്കും ചെയ്തു കൊടുക്കാവുന്ന ഒരു സംഗതിയാണ്. അവർക്ക് അതിനോട് കൂടെ തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം തന്നെയായിരിക്കും. കാരണം അവരുടെ അടുത്ത് ഇതിനുള്ള ഡിസൈനേഴ്സ് എന്തായാലും മറ്റുള്ള സംഗതികൾക്ക് ഉണ്ടാവും. അവർക്ക് കുറച്ച് ചില മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും ഒരു നല്ല വരുമാനം എല്ലാം ഏറ്റെടുത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ എല്ലാ പ്രചരണ മാധ്യമങ്ങളിലും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ ഇത് അവരുടെ ഡിസൈൻസിനെ വെച്ച് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും AI വലിയ രൂപത്തിലേക്ക് നമ്മളെ സഹായിക്കും. AIന്റെ ടൂളുകൾ, ഒരുപാട് ടൂളുകൾ ഈ പ്രിന്റിംഗ് രംഗത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സ്വായത്തമാക്കാൻ, അത് നമ്മുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. AI തീർച്ചയായിട്ടും നമുക്ക് ഭീഷണി ഉണ്ടോ, ഈ പ്രിന്റിംഗ് പ്രസ്സുകാർക്ക് ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ AI ഇല്ലാത്തവൻ, AI ടൂളുകൾ ഉപയോഗിക്കാൻ കഴിയാത്തവൻ, എന്തായാലും കഴിവുള്ള AI ടൂളുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാൾ ഇല്ലാത്തവന് ഇല്ലാതാക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ചില ഈ പ്രചരണ രംഗത്ത് ഇന്ന് സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തായാലും എന്റെ വാക്കുകൾ കേട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.